റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നുള്ളതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം. ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ ഒരു ബൈനറി ഓപ്പറേഷന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ, ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ, ഇതൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ബൈനറി ഓപ്പറേഷൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും ഇൻവേഴ്സ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളിൽ അടുത്ത ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ബോർഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് എന്നും അതിൻ്റെ ആൻസർ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതും ഒന്ന് പരിശോധിച്ച് നോക്കാം. കൺസിഡർ ദ ബൈനറി ഓപ്പറേഷൻ. ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പൽ കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓൺ ദ സെറ്റ് 1 2 3 4 5. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മിനിമം ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണ്. ഈ ബൈനറി ഓപ്പറേഷൻ്റെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഓപ്പറേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ മാക്സിമം ഓഫ് എ ബി ആണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്തായാലും നമ്മൾക്കിവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ ആ സിമ്പിൾ ഇട്ടു. നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നതിൽ 1 മുതൽ 5 വരെയുള്ള എലമെന്റുകളാണ്. അത് റൈറ്റിലേക്ക് 1 2 3 4 5 റൈറ്റിലേക്ക് എഴുതുക. അതേ കാര്യങ്ങൾ തന്നെ താഴേക്ക് എഴുതുക. നമ്മളതിനെ ടേബിൾ ആക്കാൻ വേണ്ടി പോവാണ്. ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഓപ്പറേഷനാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എയും ബിയും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മിനിമം വാല്യൂവിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മൾ 1 ഉം 1 ഉം എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ മിനിമം 1 തന്നെയാണ്. 1 ഉം 2 എടുത്താൽ മിനിമം 1 ആണ്. 1 ഉം 3 എടുത്താൽ മിനിമം 1 ആണ്. 1 ഉം 4 എടുത്താൽ മിനിമം 1 ആണ്. 1 ഉം 5 എടുത്താൽ മിനിമം 1 ആണ്. 2 ഉം 1 ഉം എടുത്താൽ മിനിമം 1 ആണ്. 2 ഉം 2 എടുത്തു കഴിഞ്ഞാൽ 2 ആണ്. അടുത്തത് 2 ആണ് വരിക. അടുത്തത് 2 ആണ് വരിക. അടുത്തത് 2 ആണ് വരിക. ഒക്കെ 2 എലമെന്റുകൾ എടുക്കുമ്പോൾ അതിന്റെ മിനിമം കേസ് നോക്കിയാൽ മതി. അടുത്തതിലേക്ക് പോകുമ്പോൾ 3 ഉം 1 ഉം എടുക്കുമ്പോൾ മിനിമം 1 ആണ്. 3 ഉം 2 എടുക്കുമ്പോൾ മിനിമം 2 ആണ്. 3 ഉം 3 ഉം എടുക്കുമ്പോൾ മിനിമം 3 ആണ്. 4നോട് നോക്കുമ്പോൾ 3 ആണ് വരിക. 5നോട് നോക്കുമ്പോഴും 3 ആണ് വരിക. 4 ആണ് എടുക്കുന്നതെങ്കിൽ 4 ഉം 1 ഉം മിനിമം 1 ആണ് വരിക. 4 ഉം 2 എടുത്തു കഴിഞ്ഞാൽ 2 ആണ് വരിക. 4 ഉം 3 ഉം എടുത്തു കഴിഞ്ഞാൽ 3 ആണ് വരിക. 4 എടുത്തു കഴിഞ്ഞാൽ 4 ആണ് വരിക. 4 ഉം 5 എടുത്തു കഴിഞ്ഞാൽ 4 ആണ് വരിക. 5 എടുക്കുമ്പോൾ 1 ആണ് വരിക. 2 ആണ് വരിക. അടുത്തത് 3 ആണ് വരിക. അടുത്തത് 4 ആണ് വരിക. അടുത്തത് 5 ആണ് വരിക. ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഓപ്പറേഷൻ ടേബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. ആ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ടേബിൾ ഫില്ല് ചെയ്യാൻ. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദ സെറ്റ് 1 2 3 4 5 ഗിവൺ ബൈ ദ ഫോളോയിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അതായത് നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ സെറ്റ് 1 2 3 4 5 എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഓപ്പറേഷൻ ടേബിൾ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ പറയുന്ന 3 ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ചെയ്യുവാനുള്ളത് കമ്പ്യൂട്ട് 2 സ്റ്റാർ 3 സ്റ്റാർ 4 ആൻഡ് 2 സ്റ്റാർ 3 സ്റ്റാർ 4. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. രണ്ടാമത് ഈസ് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്ന് പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? കമ്പ്യൂട്ട് 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5. ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്തണം. ഓരോ സബ് ക്വസ്റ്റനിലായിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2 സ്റ്റാർ 3 സ്റ്റാർ 4 ആണ്. ഇതിൽ 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞ കാര്യം നോക്കണമെങ്കിൽ ഇവിടെ 2 നോക്കുക, ഇവിടെ സ്റ്റാർ നോക്കുക, ഇവിടെ 3 നോക്കുക. അപ്പോൾ നോക്കേണ്ടത് 2 സ്റ്റാർ 3ന്റെ നേരെ താഴേക്ക് വരിക. 2വിന് നേരെ ഏത് വാല്യൂ ആണ് നോക്കുക.
2 സ്റ്റാർ 3 എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 സ്റ്റാർ 3 3ന്റെ അവിടുന്ന് നേരെ താഴേക്ക് വരിക. 2വിന് നേരെ ഏത് വാല്യൂ ആണോ കിടക്കുന്നത് അതാണ് നമ്മൾ എടുക്കുക. അത് 1 ആണ്, അതുകൊണ്ട് ഇവിടെ 1 വരുന്നു. സ്റ്റാർ 4. ഇനി 1 സ്റ്റാർ 4 എന്ന് പറഞ്ഞ കാര്യം എങ്ങനെ നോക്കാം? ഇവിടെ നിന്ന് 1 എടുക്കുക, സ്റ്റാർ 4 നേരെ താഴേക്ക് വരിക, 1ന് നേരെ നോക്കുക. 1ന് നേരെ 1 തന്നെയാണ്. അപ്പോൾ 1 സ്റ്റാർ 4 എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് 2 സ്റ്റാർ 3 സ്റ്റാർ 4 ആണ്. 2 സ്റ്റാർ 3 സ്റ്റാർ 4 ആണ് ആദ്യം കണ്ടുപിടിക്കുക. കാരണം ബ്രാക്കറ്റിംഗ് കേസ് ആണ് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത്. 3 സ്റ്റാർ 4 എന്ന് പറഞ്ഞാൽ 3 സ്റ്റാർ 4 നേരെ താഴേക്ക് വരിക. 3ന് നേരെ ഏതാണ് കിടക്കുന്നത്? 3ന് നേരെ കിടക്കുന്ന ഏതാണ്? 1 ആണ്. 2 സ്റ്റാർ 1 2 സ്റ്റാർ 1 നേരെ താഴേക്ക് വരിക. 2വിന് നേരെ 1 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്റ്റാർ 1 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ് കിട്ടുക? 1 ആണ് കിട്ടുക. ഇവിടെ ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കി നോക്കൂ. 2 സ്റ്റാർ 3 സ്റ്റാർ 4 ചെയ്തപ്പോൾ 1 ആണ്. 2 സ്റ്റാർ 3 സ്റ്റാർ 4 ചെയ്തപ്പോഴും ആൻസർ 1 ആണ്. ശരിക്കും നമ്മൾ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അതേ രൂപത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇത് രണ്ടും ഒരേ ആൻസർ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് അസോസിയേറ്റീവ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുമ്പോഴുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ എല്ലാ എ ബി സികളിലും ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. നമുക്കിവിടെ അങ്ങനെ ഒരു ചോദ്യം ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുന്നില്ല, അസോസിയേറ്റീവിന്റെ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റാർ 3 നേരെ താഴേക്ക് വരിക. 2വിന്റെ നേരെ ഏതാണോ കിടക്കുന്നത് അതാണ് എടുക്കുക. അതേമാതിരി 1 സ്റ്റാർ 4 എന്ന് പറഞ്ഞാൽ 1 സ്റ്റാർ 4 നേരെ താഴേക്ക് വരിക. 1ന് നേരെ കിടക്കുന്നത് 1 തന്നെയാണ്, അതുകൊണ്ട് ആൻസർ 1 കിട്ടി. അതേപോലെ നമ്മൾ താഴത്തെ കാര്യവും കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഞാനിവിടെ 2 സ്റ്റാർ 3 എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുകയാണ്. 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർ 3 നേരെ താഴേക്ക് വന്നു. 2 സ്റ്റാർ 3 ആണ് വരുന്നത്. അപ്പോൾ 2വിന് നേരെ നമ്മൾ നോക്കണം. 2വിന് നേരെ എത്രയാണ്? 1 ആണ് വരുന്നത്. അപ്പോൾ 2 സ്റ്റാർ 3 1 ആണ്. അപ്പോൾ തന്നെ ഇത് നേരെ തിരിച്ചിട്ടുള്ള കാര്യം ആലോചിക്കുക. 3 സ്റ്റാർ 2 3 സ്റ്റാർ 2 ചെയ്യുമ്പോൾ 3 സ്റ്റാർ 2 നേരെ താഴേക്ക് വരിക. 3ന് നേരെ അതും 1 തന്നെയാണ്. ഇത് രണ്ടും ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇതിലുള്ള ഏത് എക്സാമ്പിൾ കണക്ട് ചെയ്ത് നോക്കിയാലും ഒരേ ആൻസർ ആണ് കിട്ടുക. അങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? 2 സ്റ്റാർ 3 ഈക്വൽ ടു 3 സ്റ്റാർ 2. Therefore, സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല, ഇങ്ങനെ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് അത് തന്നെയാണ് കിട്ടുക. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 3 സ്റ്റാർ 4 എന്ന് പറയുന്ന കാര്യം എടുക്കുകയാണ്. 3 സ്റ്റാർ 4 നേരെ താഴേക്ക് വരുന്നു. 3ന് നേരെ 3 സ്റ്റാർ 4 എന്ന് പറയുന്ന കാര്യം 1. 4 സ്റ്റാർ 3 4 സ്റ്റാർ 3 നേരെ താഴേക്ക് വരുന്നു. 4ന് നേരെ നോക്കുമ്പോൾ 1 തന്നെയാണ്. ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഏത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ സ്റ്റാർ എന്ന് പറയുന്ന ഈ ബൈനറി ഓപ്പറേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത് 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 ഇതിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിലെ 2 സ്റ്റാർ 3 എന്ന് പറയുന്ന കാര്യം തൊട്ട് മുമ്പ് എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 സ്റ്റാർ 3 നേരെ താഴേക്ക് വരിക. 2വിന് നേരെ 1 ആണ്. സ്റ്റാർ 4 സ്റ്റാർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റാർ 5 നേരെ താഴേക്ക് വരിക. 4ന് നേരെ 1 ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ 1 വരുന്നു. 1 സ്റ്റാർ 1 എന്താണ്? 1 തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഈസ് സ്റ്റാർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് 1 2 3 4 5 ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. ഇവിടെ ഒരു സ്റ്റാർ ഓപ്പറേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് 1 2 3 4 5 എന്ന് പറയുന്ന കളക്ഷൻ അകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും LCM എന്നുള്ളതാണ് എ സ്റ്റാർ ബി കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ? ആണെങ്കിൽ അതിന്റെ കാരണം എന്ത്, അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ത്? ഇതാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ നമ്മൾക്കറിയാം സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. അത് എ എന്ന് പറയുന്ന സെറ്റിന്റെ മുകളിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് എ ക്രോസ് എയിലെ ഏത് ഓർഡേഡ് പെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും.
ആ ആൻസർ എന്ന് പറയുന്നത് എയിലുള്ള മെമ്പർ തന്നെ ആണെങ്കിൽ അത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഈ ഒരു സെറ്റിന്റെ മുകളിലാണ്. ഞാൻ എഴുതാൻ സൗകര്യത്തിന് വേണ്ടി അതിനെ എ എന്ന് പറയുന്ന ഒരു സെറ്റായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് ബൈനറി ഓപ്പറേഷൻ ആയിട്ട് മാറും. ഇനി അങ്ങനെ വരുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതിനുവേണ്ടി എയിനും ബിയിനും ഞാൻ വ്യത്യസ്തമായ വിലകൾ കൊടുക്കുകയാണ്. എ എന്ന് പറയുന്നതിന് ഞാനിവിടെ കൊടുക്കുന്നത് 2 എന്ന് പറയുന്നതും ബിക്ക് കൊടുക്കുന്നത് 3യുമാണ്. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്തായി മാറുന്നു? 2 സ്റ്റാർ 3. 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ പ്രകാരം അർത്ഥം? LCM ഓഫ് 2 and 3. LCM ഓഫ് 2 and 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 6 എന്ന് പറയുന്ന കാര്യമാണ് കിട്ടുന്നത്. ഈ 6 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ കളക്ഷനകത്ത് വരുന്നില്ല. അപ്പോൾ ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന സ്റ്റാർ ഓപ്പറേഷൻ എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. Therefore, star is not a binary operation. ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല, നിങ്ങൾക്ക് 2ഉം 5 കൊടുക്കാം, 3യും 4 കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റായ എക്സാമ്പിൾ മുൻപിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ അല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റും. ഇവിടെ അപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് എക്ക് 2ഉം ബിക്ക് 3യാണ്. ഇതിനകത്തുള്ളത് മാത്രം എടുക്കാൻ പാടുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2ഉം 3യും നമ്മൾ എടുത്തു. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് വരുന്നത്. പക്ഷേ ആ 6 എവിടെ ഇല്ല? എ എന്ന് പറയുന്ന സെറ്റിനകത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എ ആയിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു. പക്ഷേ 6 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന കളക്ഷനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർ ഒരിക്കലും ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പോൾ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ അടക്കം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെറ്റ് സ്റ്റാർ ബി ദ ബൈനറി ഓപ്പറേഷൻ ഓൺ എൻ. നാച്ചുറൽ നമ്പർ സെറ്റിന് മുകളിലാണ് ഇവിടെ ബൈനറി ഓപ്പറേഷൻ തന്നിരിക്കുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെയും LCM ആണ് എ സ്റ്റാർ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാർ 7 കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 20 സ്റ്റാർ 16 കണ്ടുപിടിക്കണം. കൂടാതെ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ സ്റ്റാർ അസോസിയേറ്റീവ് ആണോ എന്നുള്ള കാര്യം നോക്കണം. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണം. ഏതൊക്കെ എലമെന്റുകളാണ് ഇവിടെ ഇൻവേർട്ടിബിൾ ആകുന്നത്? ഇത്രയുമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് പോവാം. 5 സ്റ്റാർ 7 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം LCM ഓഫ് 5 and 7. 5ന്റെയും 7ന്റെയും LCM എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 35 ആണ്. ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ആ നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 × 7 35. 20 സ്റ്റാർ 16 അർത്ഥമാക്കുന്നത് LCM ഓഫ് 20 and 16. 20 and 60 എന്ന് പറയുന്നതിന്റെ LCM കോമൺ ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ഉം 8ഉം. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 5 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ LCM എന്ന് പറയുന്നത് എന്താ വരിക? 2 × 2 × 5 × 4. 5 × 4 എന്ന് പറഞ്ഞാൽ 20 വരും. 20 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 വരും. 40 × 2 എന്ന് പറഞ്ഞാൽ 80 വരും. അപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ് വരിക? 80 ആണ് വരുന്നത്. ഇങ്ങനെ 5 സ്റ്റാർ 7, 20 സ്റ്റാർ 16 ഈ രണ്ട് ക്വസ്റ്റ്യൻ തരുന്നതിന് പകരം വേറെ നമ്പറുകൾ ഇട്ടുകൊണ്ട് നമുക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസുകൾ വരാം. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ചെയ്യാൻ അറിയണം. 2 സിറ്റുവേഷനേ വരുള്ളൂ. ഈ 2 നമ്പറുകളിൽ കോമൺ ഫാക്ടർ ഇല്ലാത്തത് വരും. അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അതാണ് അതിന്റെ LCM വരിക. എന്നാൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ കോമൺ ഫാക്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഫാക്ടേഴ്സുകൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 80 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾസിലൂടെ വേണമെങ്കിൽ ഈ ഒരു കാര്യം സമർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജനറൽ ഐഡിയയിലൂടെയും നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ തൊട്ട് മുൻപേ 5 സ്റ്റാർ 7 എന്ന് പറയുന്ന കാര്യം കണ്ടെത്തി. 5 സ്റ്റാർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM ഓഫ് 5 and 7 ആണ്. അതിന്റെ ആൻസർ 35 ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ടും ഒരേ ആൻസറിലേക്ക് തന്നെ എത്താൻ പറ്റണം. അതായത് 7 സ്റ്റാർ 5 എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. 7 സ്റ്റാർ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഓഫ് 7 and 5. ഈ നമ്പറുകൾ പരസ്പരം അങ്ങനെ മാറിയാലും LCM എന്ന് പറയുന്നത് എത്രയാണ് വരിക? 35 തന്നെയാണ് വരിക. അപ്പോൾ A സ്റ്റാർ B എന്ന് പറയുന്നത് LCM ഓഫ് A and B ആണ്. B സ്റ്റാർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM ഓഫ് B and A ആയിട്ട് മാറും. എങ്കിലും LCM എന്ന് പറയുന്ന ആൻസർ എപ്പോഴും എന്താണ്? ഒരുപോലെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം?
5 star 7 equal to 7 star 5 എന്ന് പറയാം. Therefore star is commutative. മൂന്നാമതായി നമ്മളത് ചോദിച്ചിരിക്കുന്നത് അസോസിയേറ്റീവ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ജനറൽ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് എക്കും ബിക്കും സിക്കും നമ്പറുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ആൻസർ കണ്ടെത്താം. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതിൽ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, LCM ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി. വീണ്ടും സ്റ്റാർ ഓപ്പറേഷൻ അവിടെ വരുന്നുണ്ട്. സ്റ്റാർ ഓപ്പറേഷൻ വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, LCM ഓഫ് എ കോമ ബി ആൻഡ് സി എന്ന് പറഞ്ഞ കാര്യമാണ്. മൂന്ന് നമ്പറിന്റെയും LCM കാണുക എന്ന് പറയുന്ന ലോജിക്കാണ്. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി ഈ ഒരു പാർട്ടാണ് നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത്. ഇത് രണ്ടും ഒരുപോലെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, അസോസിയേറ്റീവ് ആയി. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്താണ്, LCM ഓഫ് ബി ആൻഡ് സി. വീണ്ടും സ്റ്റാർ ഓപ്പറേഷൻ വരുന്നു, അതായത് LCM ഓഫ് എ കോമ ബി ആൻഡ് സി. രണ്ട് ആൻസറും ഒരുപോലെ തന്നെയാണ്. രണ്ടിലും അർത്ഥം എന്താണ്, ആ മൂന്ന് നമ്പറുകളുടെയും അല്ലെങ്കിൽ ആ മൂന്ന് എലമെന്റിന്റെയും LCM കണ്ടുപിടിക്കുക എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. നാലാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ഈ ബൈനറി ഓപ്പറേഷൻ പ്രകാരം n-ന്റെ മുകളിൽ ഏത് എലമെന്റ് ആണ്. നമുക്ക് ഐഡന്റിറ്റി എലമെന്റിന്റെ കാര്യത്തിൽ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എ ആയിരിക്കണം, അതുപോലെ ഇ സ്റ്റാർ എ എന്ന് പറയുന്നതും എ തന്നെ ആയിരിക്കണം. ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എന്താണ്, LCM ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പൊ നിങ്ങളിവിടെ ആലോചിക്കുക, എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എ തന്നെ കിട്ടണമെങ്കിൽ LCM ഓഫ് എ ആൻഡ് ഇ എന്ന് പറയുന്നത് എ തന്നെ വരണം. നമ്മളിവിടെ ഏത് നമ്പറാണോ ഉപയോഗിക്കുന്ന ആ നമ്പർ തന്നെ എന്തായണം, LCM ആയിട്ട് കിട്ടണം. അങ്ങനെ LCM ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്ന പൊസിഷനിൽ 1 എന്ന് പറയുന്ന എലമെന്റ് വന്നേ പറ്റും. 2-ന്റെയും 1-ന്റെയും LCM 2 ആണ്. 3-ന്റെയും 1-ന്റെയും LCM 3 ആണ്. 5-ന്റെയും 1-ന്റെയും LCM 5 എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞ പൊസിഷനിൽ 1 വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഇവിടെ പറയുന്ന അതേ നമ്പറിലേക്ക് തന്നെ ആൻസറിന്റെ കണക്ഷൻ വരികയുള്ളൂ. അപ്പോൾ LCM ഓഫ് എ ആൻഡ് ഇ എ ആവണം എന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, ഇ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഈ 1 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്, നാച്ചുറൽ നമ്പർ സെറ്റിലുണ്ട്. അപ്പോൾ പ്രത്യേകം നമ്മൾ ചെക്ക് ചെയ്യുന്നേ വേണം കേട്ടോ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ് ഏതാ നോക്കുക, അത് നമ്മൾക്ക് ഡിഫൈൻ ചെയ്ത സെറ്റിലുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കുക. ഇത് ബിലോങ്സ് ടു n ആയതുകൊണ്ട് ഈ 1 എന്ന് പറയുന്നതാണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പോൾ E equal to 1 is the identity element for the binary operation star on the set capital N. ഫിഫ്ത്ത് വണ്ണിൽ നമുക്ക് ചെയ്യാനുള്ളത് ഏതൊക്കെ എലമെന്റുകളാണ് ഇൻവേർട്ടിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻവേർട്ടിബിളിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. ഇൻവേർട്ടിബിൾ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നത് എന്റെ ഇൻവേഴ്സ് ബി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്ന ഐഡന്റിറ്റി ആവണം, അതുപോലെ ബി സ്റ്റാർ എയും ഐഡന്റിറ്റി ആയിരിക്കണം. ഇതില് ഇവിടുത്തെ ഈ ഒരു ഓപ്പറേഷന്റെ കാര്യത്തിൽ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് തൊട്ട് മുമ്പേ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഇൻവെർട്ടിബിൾ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മളത് കണ്ടെത്തി. ആ കണ്ടെത്തിയിരിക്കുന്ന എലമെന്റ് ആണ് ഇവിടെ ഇന്റെ പൊസിഷനിൽ കൊടുക്കേണ്ടത്. എ സ്റ്റാർ ബി 1 ആവുക. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, LCM ഓഫ് എ ആൻഡ് ബി. LCM ഓഫ് എ ആൻഡ് ബി എന്താവണം, 1 ആവണം. എന്റെയും ബിന്റെയും സ്ഥാനത്ത് ഇഷ്ടമുള്ള നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി 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 കൊണ്ടുവരാം. ഏതൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഈ പറയുന്ന കാര്യം എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ എയും ബിയും 1 എടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, LCM ഓഫ് 1 ആൻഡ് 1 എന്താ ആൻസർ 1 തന്നെയാണ്. മോള് പറഞ്ഞ കാര്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് 2 ആക്കാണ്. അപ്പോൾ എന്താ വരിക, LCM ഓഫ് 1 ആൻഡ് 2 ആണ് വരിക. ഇതൊരിക്കലും 1 അല്ല, ആൻസർ എന്താ വരിക, 2 ആണ് വരിക. ഇനി എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നതും 1 ആക്കാണ്. അങ്ങനെയാണെങ്കിൽ LCM ഓഫ് 2 ആൻഡ് 1 ആണ് വരിക. 2 ആൻഡ് 1 എന്ന് പറയുമ്പോൾ എത്രയാണ് LCM വരിക, 2 തന്നെയാണ് വരിക. LCM ഓഫ് 2 ആൻഡ് 3, അതായത് 2ഉം 3ഉം ആണ് ഞാൻ എടുക്കുന്നത്. എക്ക് 2ഉം ബിക്ക് 3 ആണ് എടുക്കുന്നത്. 2ന്റെയും 3ന്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് കിട്ടുന്നത്.
ഇങ്ങനെ നിങ്ങൾ ഏത് നമ്പറുകളിട്ട് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും LCM ഓഫ് A and B എന്ന് പറയുന്നത് 1 ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നതും 1 ആയിരിക്കണം, B എന്ന് പറയുന്നതും 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ A*B എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആവുക എന്നുള്ള കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ B എന്ന് പറയുന്നതിനെയാണ് നമ്മൾ Aന്റെ ഇൻവേഴ്സ് ആണെന്ന് പറയുക. ഇവിടെ Aയും 1 ആണ്, Bയും 1 ആണ്. അപ്പൊ നമുക്കിവിടെ ആകെ 1 എന്ന് പറയുന്ന നമ്പറിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏതൊക്കെ എലമെന്റിനാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏത് എലമെന്റ് മാത്രമേ ഇവിടെ ഇൻവേർട്ടിബിൾ ആകുന്നുള്ളൂ? 1 belongs to N is the only invertible element. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. Let star be the binary operation on N defined by A*B equal to HCF of A and B. A*B നാച്ചുറൽ നമ്പർ സെറ്റിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? HCF of A and B. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് പരിശോധിക്കണം, അസോസിയേറ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. Does there exist identity for this binary operation on N? ഈ ഒരു ബൈനറി ഓപ്പറേഷന് നാച്ചുറൽ നമ്പർ സെറ്റിന്റെ മുകളിൽ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് കമ്മ്യൂട്ടേറ്റീവിന്റെ കാര്യമൊക്കെ ഒന്ന് നോക്കാം. A*B എന്ന് പറഞ്ഞാൽ HCF of A and B ആണ്. B*A എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിട്ട് മാറും? HCF of B and A ആയിട്ട് മാറുന്നു. എയും ബിയും പരസ്പരം അങ്ങോട്ട് മാറുന്നുള്ളൂ. ഈ എയും ബിയും അങ്ങനെ ഇങ്ങോട്ട് മാറുന്നത് കൊണ്ട് HCF യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. LCM പറഞ്ഞ അതേപോലെ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെയും നിങ്ങൾക്ക് എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാവുന്നതാണ്. എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കും ബിക്കും ഇഷ്ടമുള്ള 2 നാച്ചുറൽ നമ്പർ എടുക്കുക. ആ നാച്ചുറൽ നമ്പറിന്റെ കാര്യത്തിൽ നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2*6 എന്ന് പറയുന്നത് എടുത്തു. ഇതിന്റെ മീനിങ് എന്താണ്? HCF ഓഫ് 2 and 6 ആണ് ഓപ്പറേഷൻ പ്രകാരം മീനിങ് വരുന്നത്. ഈ 2ന്റെയും 6ന്റെയും HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതാണ് HCF. ഇതിലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 വരും, അതുപോലെ തന്നെ ഇവിടെ 3 വരും. ഇതിലെ ഈ ഒരു കാര്യമാണ് HCF ആയിട്ട് വരിക. അപ്പൊ 2 ആണ് ഇവിടെ HCF ആയിട്ട് കിട്ടുന്നത്. ഇതേ കാര്യം തിരിച്ചിട്ട് ചെയ്താൽ ഡെഫിനിഷൻ പ്രകാരം HCF ഓഫ് 6 and 2 ആണ് വരിക. 6ന്റെയും 2ന്റെയും HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് കിട്ടുക? 2 തന്നെയാണ് കിട്ടുക. അപ്പൊ എപ്പോഴും ഈ കിട്ടുന്ന ആൻസർ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2*6ഉം 6*2ഉം എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർ ഓപ്പറേഷൻ എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ A*B എന്ന് പറയുന്നത് HCF ഓഫ് A and B. നമുക്ക് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ജനറൽ ആശയത്തിലൂടെ നമ്മൾ എഴുതുകയാണ് A*B*C. A*B എന്ന് പറഞ്ഞാൽ എന്താണ്? HCF ഓഫ് A and B star C equal to HCF ഓഫ് A, B and C. എയുടെയും ബിന്റെയും സിന്റെയും കൂടിയുള്ള HCF ആണ് ആൻസർ ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി മറ്റേ ഭാഗത്തിലേക്ക് പോകുമ്പോൾ A*B*C. A*B*C എന്ന് പറഞ്ഞാൽ HCF ഓഫ് B and C. വീണ്ടും സ്റ്റാർ ഓപ്പറേഷൻ വരുന്നു. സ്റ്റാർ ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് HCF ഓഫ് A, B and C. 2 ആൻസറും ഒരുപോലെ തന്നെയാണ് വരുന്നത്. 2 ആൻസറിലും എയുടെയും ബിന്റെയും സിന്റെയും HCF എടുക്കുക എന്ന് പറഞ്ഞാൽ ലോജിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. ഐഡന്റിറ്റി എലമെന്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ കണ്ടീഷൻ നോർമൽ കൊണ്ടുവരിക. A*E എന്ന് പറയുന്നത് A തന്നെ ആയിരിക്കണം, അതുപോലെ E*A എന്ന് പറയുന്നത്. ഇവിടെ A*E A ആവുക എന്നുള്ള കാര്യം മാത്രം ഒന്ന് എടുത്ത് പരിശോധിക്കാം. A*E A ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എയും ബിയും സ്റ്റാർ ഓപ്പറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HCF ഓഫ് A and B ആണ്. അപ്പൊ അതേപോലെ ഇവിടെ A*E എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? HCF ഓഫ് A and E. ഇത് എന്ത് തന്നെ കിട്ടണം? നമുക്ക് A എന്ന് പറഞ്ഞ കാര്യം തന്നെ കിട്ടണം. എയുടെയും ഇന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ത് തന്നെ ആവണം? A തന്നെ ആവണം. നമ്മൾ എക്സാമ്പിൾസുകളിലൂടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് 2 എടുക്കാണ്, E എന്ന് പറയുന്നതും 2 എടുക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയും HCF എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? 2 തന്നെയാണ് കിട്ടുക. ഇത് 10 എടുക്കുന്നു, ഇതും 10 എടുക്കുന്നു. അതിന്റെ HCF എത്ര വരിക? 10 എന്ന് പറയുന്ന കാര്യമാണ് വരിക. 11 HCF എന്ന് പറയുന്ന എത്രയാണ് വരിക? 11 എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ
എ എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ കൊടുക്കുമ്പോഴാണ് HCF എന്താവുന്നത്, എ എന്ന് പറയുന്നത്, അതായത് ഈ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് തന്നെ കണക്ഷൻ പോകുന്നത്. നമുക്കിനി വ്യത്യാസപ്പെടുത്തിയിട്ടൊന്ന് കൊടുത്തു നോക്കാം. 2ഉം 1ഉം കൊടുക്കുകയാണ്. 2ഉം 1ഉം ഞാൻ കൊടുക്കുകയാണ്. 2ഉം 1ഉം കൊടുക്കുമ്പോൾ HCF എന്ന് പറയുന്ന കാര്യം എത്രയാണ് വരിക? 1 ആണ് വരിക. നോക്കൂ, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആണ് 2, പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ 1 ആണ്. അപ്പൊ ഒരിക്കലും അതവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. ഇനി 2ഉം 3 ആണ് എടുത്ത് വിചാരിക്കുക. HCF എന്ന് പറയുന്ന കാര്യം എടുക്കുമ്പോൾ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുക. കണ്ടോ? അപ്പൊ ഒരിക്കലും ഈ കണ്ടീഷൻ A സ്റ്റാർ E ഈക്വൽ ടു എ എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ HCF ഓഫ് എ ആൻഡ് ഇ എല്ലായ്പ്പോഴും എ ആകുന്ന രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് ഫിക്സഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഫിക്സഡ് അല്ല, കാരണം 2 എടുക്കുകയാണെങ്കിൽ 2 തന്നെ എടുക്കുന്നു. ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് അവിടെ 2 ആണ് വരിക. 10 എന്ന് പറഞ്ഞ ആരും എടുക്കുന്നെങ്കിൽ 10 ആണ് എടുക്കേണ്ടത്. 11 ആണെങ്കിൽ 11 ആണ് എടുക്കേണ്ടത്. ഈ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താണ്. ഇത്തരം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ ബൈനറി ഓപ്പറേഷന് n എന്ന് പറയുന്ന സെറ്റിൽ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. therefore ഐഡന്റിറ്റി എലമെന്റ് does not exist. Identity element does not exist for the operation star on n. ഈ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്ന ആശയപ്രകാരം നാച്ചുറൽ നമ്പർ സെറ്റിന്റെ മുകളിൽ ഇതിനൊരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് എ ഈക്വൽ ടു n ക്രോസ് n. എ എന്ന് പറയുന്ന കളക്ഷൻ ഇവിടെ ഇങ്ങനെ n ക്രോസ് n ആണ്. നാച്ചുറൽ നമ്പർ സെറ്റ് ക്രോസ് നാച്ചുറൽ നമ്പർ സെറ്റ്. ആൻഡ് സ്റ്റാർ ബി ദ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. ഇതേ എന്റെ മുകളിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ ഓർഡേർഡ് പെയർ സി ഡി ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. ഈ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നും അസോസിയേറ്റീവ് ആണെന്നും നമുക്ക് തെളിയിക്കണം. കൂടാതെ ഇതിന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്ന കാര്യം ഏതെങ്കിലും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വേണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇഫ് എനി എന്ന് പറഞ്ഞ പ്രത്യേകം എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം കമ്മ്യൂട്ടേറ്റീവിന്റെയും അസോസിയേറ്റീവിന്റെയും കാര്യത്തിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ ആ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ബി സ്റ്റാർ സി ഡി, ഈ രണ്ട് എലമെന്റും ഓർഡേർഡ് പെയറുകളായി. അതിന്റെ കാരണം എന്താണ്? ഈ രണ്ട് എലമെന്റും n ക്രോസ് n നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഓർഡേർഡ് പെയറുകൾ വരുന്നത്. ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും തമ്മിൽ ആഡ് ചെയ്യാം. സെക്കൻഡ് എലമെന്റും തമ്മിൽ ആഡ് ചെയ്യുക. അതാണ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആശയം വരുന്നത്. ആദ്യം നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് നോക്കാനുള്ളത്. അപ്പൊ എ ബി സ്റ്റാർ സി ഡി നമ്മുടെ മുൻപിലുണ്ട്. ഇത് നേരെ തിരിച്ചിട്ടൊന്ന് ആലോചിക്കുക. തിരിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡി സ്റ്റാർ എ ബി എന്ന് പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കാം. സി ഡി സ്റ്റാർ എ ബി സ്റ്റാർ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ എലമെന്റുകൾ ആഡ് ചെയ്യുക, രണ്ടാമത്തെ എലമെന്റുകൾ ആഡ് ചെയ്യുക. ആ ഒരു ഓർഡേർഡ് പെയർ ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഓർഡേർഡ് പെയർ സി പ്ലസ് എ കോമ ഡി പ്ലസ് ബി. ആദ്യത്തെ എലമെന്റ് ആഡ് ചെയ്തു, രണ്ടാമത്തെ എലമെന്റ് ആഡ് ചെയ്തു. ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ നോക്കി നോക്കൂ നിങ്ങൾ, എ ബി സ്റ്റാർ സി ഡിക്ക് കിട്ടിയ ആൻസറും സി ഡി സ്റ്റാർ എ ബിക്ക് കിട്ടിയ ആൻസറും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? therefore star is commutative. ഇനി അസോസിയേറ്റീവ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ 3 എലമെന്റ് എടുക്കണം. എവിടെ നിന്നാണ് എടുക്കേണ്ടത്? n ക്രോസ് n എന്നാണ് എടുക്കേണ്ടത്. ജനറൽ ഡെഫിനിഷനിൽ എയും ബിയും സിയും എവിടെ കിടക്കുന്നത്? എയിലാണ് കിടക്കുന്നത്. ഇവിടെ ആ എന്റെ പൊസിഷനിൽ n ക്രോസ് n ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 എലമെന്റ് എടുക്കണം. ആ 3 എലമെന്റിൽ അടുത്തൊരു എലമെന്റ് ഇവിടെ എ ബി എടുത്തിട്ടുണ്ട്, ഇവിടെ സി ഡി എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു ഇ എഫ് എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എടുക്കുകയാണ്. ഇതിൽ അസോസിയേറ്റിവിറ്റി ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ്. ശരിക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി, അതായത് നമ്മുടെ തിയറി സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു എ ബി സ്റ്റാർ സി ഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി സ്റ്റാർ ഇ എഫ് ഈക്വൽ ടു, വീണ്ടും സ്റ്റാർ ഓപ്പറേഷൻ വരുന്നു. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന എലമെന്റുകൾ ആഡ് ചെയ്യണം. എ പ്ലസ് സി പ്ലസ് ഇ, ഇത് ഫസ്റ്റ് എലമെന്റ് ആണ്. സെക്കൻഡ് എലമെന്റോ ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഈ ഓർഡേർഡ് പെയർ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മറ്റേ ഭാഗം കൂടി കണ്ടുപിടിക്കുന്നു. ഒരേപോലെയാണ് നിൽക്കുന്നതെങ്കിൽ അസോസിയേറ്റീവ് ആണെന്ന് പറയുന്നു. എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ്. ബ്രാക്കറ്റിംഗ് കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ
ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ. സി ഡി സ്റ്റാർ ഇ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താ വരിക? സി പ്ലസ് സി. സെക്കൻഡ് എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യാം, ഡി പ്ലസ് എഫ്. വീണ്ടും സ്റ്റാർ ഓപ്പറേഷൻ നമുക്ക് വീണ്ടും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യാം, എ പ്ലസ് സി പ്ലസ് ഇ കോമ. രണ്ടാമത്തെ എലമെന്റുകൾ ആഡ് ചെയ്തിട്ട് ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒബ്സർവ് ചെയ്താൽ ഒരേ ആൻസറാണ്. ഒരേ ആൻസർ ആയതുകൊണ്ട് തന്നെ therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. അപ്പൊ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നും അസോസിയേറ്റീവ് ആണെന്നും ഷോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്ന കാര്യം ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി എ ബി സ്റ്റാർ സി ഡി എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ എന്ത് തന്നെ ആയിരിക്കണം? എ ബി തന്നെ ആയിരിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞത് എ തന്നെ ആണെങ്കിൽ ഇനെ ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് പറയാം. ഇത് മാത്രം പോരാ, ഇതും കൂടി നോക്കണം. ഇ സ്റ്റാർ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ ആദ്യത്തെ കേസിൽ തന്നെ ഹോൾഡ് ചെയ്യില്ലെങ്കിൽ പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ അവിടെ ആ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലാണ്. ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എൻ ക്രോസ് എൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഓർഡേർഡ് പെയറുകൾ എടുത്തിട്ട് പറയുന്നത്. അപ്പോൾ എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുന്നത് എ ബി തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഈ സി ഡി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറിനെ എന്തായിട്ട് പറയാം? ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് പറയാം. എ ബി സ്റ്റാർ സി ഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി. നോക്കൂ നിങ്ങൾ, ലെഫ്റ്റ് സൈഡിൽ ഒരു ഓർഡേർഡ് പെയർ ഉണ്ട്, റൈറ്റ് സൈഡിൽ മറ്റൊരു ഓർഡേർഡ് പെയർ ഉണ്ട്. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആവണം എങ്കിൽ പ്ലസ് വണ്ണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആയിരിക്കണം. ആ ഒരൊറ്റ ലോജിക്ക് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് എ പ്ലസ് സി ഈക്വൽ ടു എ ആയിരിക്കണം ആൻഡ് ബി പ്ലസ് ഡി ഈക്വൽ ടു ബി ആയിരിക്കണം. അതായത് സി എന്ന് പറയുന്നത് എ മൈനസ് എ 0 ആയിരിക്കണം, ഡി എന്ന് പറയുന്നത് ബി മൈനസ് ബി 0 ആയിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സി ഡി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ കിട്ടുന്നത് എങ്ങനെയാണ്? 0 0 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പൊസിഷന്റെ കാര്യത്തിലാണ് ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കിട്ടിയിരിക്കുന്നത് ഒരിക്കലും എൻ ക്രോസ് എന്നിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും എന്ത് എക്സിസ്റ്റ് ചെയ്യുകയില്ല? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. therefore ഐഡന്റിറ്റി എലമെന്റ് does not exist. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ക്യൂ. റാഷണൽ നമ്പർ സെറ്റിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബൈനറി ഓപ്പറേഷൻ. റാഷണൽ നമ്പർ സെറ്റിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 3. ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ് ഓൺ ക്യൂ. ക്യൂവിന്റെ മുകളിലുള്ള ഐഡന്റിറ്റി എലമെന്റ് ഏതാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 3 അണ്ടർ ദ ഓപ്പറേഷൻ സ്റ്റാർ. ഈ സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് 3 എന്ന് പറയുന്നതിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കാര്യത്തിലേക്ക് പോവാം. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ 3. ആദ്യ എലമെന്റും രണ്ടാമത്തെ എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾക്ക് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടണം. ഇവിടെ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് എ ഇ ബൈ 3 എന്ന് പറയുന്നത് എന്താവണം? എ ആയിരിക്കണം. രണ്ടു വശത്തും എ കാണാം, എ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇ ബൈ 3 എന്ന് പറയുന്നത് 1 ആണ്, ഇ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. ഇ സ്റ്റാർ എ എന്ന് പറയുന്നത് എ കൂടി ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുകൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 3 എന്ന് പറയുന്നതിനെ എന്താക്കി എടുക്കാൻ പാടുള്ളൂ? ഐഡന്റിറ്റി എലമെന്റായി എടുക്കാൻ പാടുള്ളൂ. ഇ സ്റ്റാർ എ എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഇ ഇൻറ്റു എ ബൈ 3 എന്ന് പറയുന്നത് എ ആയിരിക്കണം. മുൻപത്തെ പോലെ തന്നെ എയും എയും ക്യാൻസൽ ചെയ്യാം. ഇ ബൈ 3 എന്ന് പറയുന്നത് 1 ആണ്, ഇ എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് ഇ എന്ന് പറയുന്നത് 3 ആണ്. ഈ കിട്ടിയ എലമെന്റ് ക്യൂവിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 3ന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാറുള്ളത്. ഈ 3ന്റെ ഇൻവേഴ്സ് കാണുന്നതിന് പകരം നമ്മൾ എന്റെ ഇൻവേഴ്സിനെ കണ്ടുപിടിക്കുക. കണ്ടെത്തിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്താൽ മതി? എന്റെ പൊസിഷനിൽ 3 അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് എന്റെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഇ ആയിരിക്കണം. നമുക്കറിയാം ഐഡന്റിറ്റി എലമെന്റ് 3 ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇന് പകരം നമുക്ക് 3 എന്ന് പറഞ്ഞ കാര്യം എഴുതാം.
അതായത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് 3 ആയിരിക്കണം. എ സ്റ്റാർ ബി ശരിക്കും ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? എ ഇൻറ്റു ബി ബൈ 3, അത് എന്തെന്നെ ആയിരിക്കണം? 3 തന്നെ ആയിരിക്കണം. ഇവിടെ നിന്നും ബി എന്ന് പറയുന്ന ആശയം കണ്ടെത്തിയാൽ 9 ബൈ എ എന്ന് പറഞ്ഞ് എഴുതാം. 3 ഇൻറ്റു 3 9 വരും. എ എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് വരും. അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ബൈ എ ആണ് വരുന്നത്. ഈ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എന്റെ ഇൻവേഴ്സ് ആണ് ബി ആയിട്ട് വരുന്നത്. നമുക്ക് വേണ്ടത് എന്താ? ഇൻവേഴ്സ് ഓഫ് 3 ആണ് വേണ്ടത്. ഇൻവേഴ്സ് ഓഫ് 3 ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക? 3 അപ്ലൈ ചെയ്യുക. 9 ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ വരിക? 3 ആണ് വരിക. അപ്പൊ 3ന്റെ ഇൻവേഴ്സ് ഈ തന്ന ഓപ്പറേഷൻ പ്രകാരം ക്യൂ എന്ന് പറയുന്ന സെറ്റിന്റെ മുകളിൽ ഇൻവേഴ്സ് വരുന്നത് എന്ത് തന്നെയാണ്? 3 എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് വരുന്നത്. ഒരു ചോദ്യം കൂടിയാണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഇത് ബൈനറി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമല്ല. ഇതിനു മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x + 2. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 3x + 2. അടുത്ത സ്റ്റെപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 3x + 2. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ സ്ക്വയർ ചെയ്യണം, മൈനസ് 3x ചെയ്യണം, +2 ചെയ്യണം. ഇവിടെ നമ്മൾക്ക് എക്സിന് പകരം ഈ ഒരു ടേം ഒന്നിച്ചിട്ടാണ് വരുന്നത്. ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം എന്ത് ചെയ്യുക? ഈ ടേം മുഴുവനായിട്ട് എഴുതുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3x + 2 ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സിന് പകരം എക്സ് സ്ക്വയർ മൈനസ് 3x + 2. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് വലിയൊരു ടേം അതിന്റെ സ്ക്വയർ, മൈനസ് 3x എന്ന് പറയുന്നതിൽ -3 അതുപോലെ ഉണ്ട്. എക്സിന്റെ സ്ഥാനത്ത് ഈ ഉള്ളിലുള്ള ടേം മൊത്തം വന്നു കഴിഞ്ഞിട്ടുണ്ട്. +2 അതുമാതിരി അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ ഓരോന്നിന്റെയും സ്ക്വയർ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. a + b + c ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് വരുന്നത് അവിടെ. ശരിക്കും അതിന് ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുക. ഫോർമുല ഒന്ന് എഴുതി വെക്കാം. a + b + c ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + b² + c² + 2ab + 2ac + 2bc. ഇതാണ് ഫോർമുല വരുന്നത്. എല്ലാം പ്ലസ് ആണെങ്കിൽ മൈനസ് വരുമ്പോൾ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരുന്നു. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ x⁴ മൈനസ് 3xന്റെ സ്ക്വയർ പ്ലസ് 9x² പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പോൾ ഈ 3 കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തത് 2ab ഇങ്ങനെ വരിക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? 2 × x², 2x² വരും. മൈനസ് 3x വരുമ്പോൾ 2 × -3 -6 ആണ്. x² × x എന്ന് പറഞ്ഞാൽ x³ ആണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ടേം വരുന്നത് -6x⁻3. 2 × -3 അതാണ് -6. ഇവിടെ x² ഉണ്ട്, ഇവിടെ x ഉണ്ട്. അപ്പൊ x² × x എത്ര വരും? x⁻3 വരും. അടുത്തത് 2ac ആണ്. 2 × x² × 2 പ്ലസ് 4x². അടുത്തത് 2bc. 2bc എന്ന് പറയുമ്പോൾ 2 × -3x × 2. 2 × -3 -6 ആണ്. × 2 എന്ന് പറഞ്ഞാൽ -12 വരും. ഒരു x കൂടി ഒപ്പം വരും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇവിടെ എക്സ്പാൻഷൻ നടത്തിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി -3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3x² പ്ലസ് 9x -6 + 2. ഇനി അതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. അത്രേ ഉള്ളൂ. x⁻4ന്റെ ടേം ആകെ ഒരെണ്ണേ ഉള്ളൂ. അത് അങ്ങനെ എഴുതി. ക്യൂബിന്റെ ടേം ഒന്ന് നോക്കുക നിങ്ങൾ. ക്യൂബിന്റെ ടേം ഇതിൽ നോക്കുമ്പോൾ -6x³ ഉണ്ട്. ആകെ ഒരു ടേം മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ എഴുതി വെക്കുക. -6x³ എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇനി x² ടേം ഇവിടെ ഒരു 9x² ഉണ്ട്, ഇവിടെ ഒരു 4x² ഉണ്ട്. അപ്പൊ 13x² ആയി. 13x² നിന്നും 3x² മൈനസ് ആയി. അപ്പൊ 10x² ആയി. 10x² എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ x² ടേം ബാലൻസ് നിൽക്കുന്നത് പ്ലസ് 10x². ഇനി എക്സിന്റെ ടേമിലേക്ക് പോകുമ്പോൾ ഇവിടെ -12x, ഇവിടെ പ്ലസ് 9x. അപ്പോൾ -3x. കോൺസ്റ്റന്റ് ടൈമിലേക്ക് പോകുമ്പോൾ ഇവിടെ 4 ഉണ്ട്. മുൻപിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു -6 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 4 + 2 6 വരും. 6 - 6 എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ കോൺസ്റ്റന്റ് ടൈം ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൻസർ ഇതാണ് കിട്ടുന്നത്. ഇത് കുറച്ച് ലെങ്ത് ഉള്ളൊരു ചോദ്യമാണ്. 3 മാർക്ക് വെയിറ്റേജിൽ ഇടയ്ക്ക് കയറി വരാറുണ്ട്. 3 മാർക്ക് വെയിറ്റേജിൽ ഇടയ്ക്ക് കയറി വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
പറ്റുമെങ്കിൽ നിങ്ങളത് പഠിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതിനു മുൻപേയും നമ്മൾ f(f(x) ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.